എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. കാവ്യ മാധവന്റെ പേജ് ഉണ്ടായിരുന്നു. ആ പേജിൽ ഞാൻ മെസ്സഞ്ചറിലാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ സംശയവും തീർന്നു. അവരത് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് റീപ്ലൈ ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞതുമാണ് പേടിക്കണ്ട, അച്ഛൻ്റെ ഉണ്ണിയേട്ടനാ. എന്നോട് രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ പെരുമാറി, മാഡം എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ ഹെൽപ്പോ തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ദേവി, ഞാൻ എന്താ ഈ കേക്കണത്? ശിവ ശിവ. അവര് കണ്ടതാണോ ഇനി അവരുടെ PR ആണോ അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അതിന് റീപ്ലൈയോ റെസ്പോണ്ടോ ഒന്നും കിട്ടിയില്ല. അതാണ് സഹദേവ തറവാടിത്തം എന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇടവേള ബാബുമായിട്ട് എനിക്ക് കോണ്ടാക്ട് എനിക്ക് കിട്ടുകയും ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം കുറച്ച് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളി എന്നോട് ഫോട്ടോ അയക്കാനാ പറഞ്ഞത്. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? പിന്നെ അത് കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു രഞ്ജിത്ത് യൂസ് ചെയ്തോ, എങ്ങനെയായിരുന്നു, അതെന്തായിരുന്നു? പോത്തിന്റെ പുറത്തെ കാക്ക, കാക്കയുടെ വിശപ്പും തീരും, പോത്തിന്റെ കടിയും മാറും. പുള്ളിക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തരുമോ, ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറഞ്ഞത്. സാറേ ഇവന്മാര് മറ്റേ നീല. അതേടാ മറ്റേ നീലമല്ലേ. ഈ ആളുകാർക്കല്ലല്ലോ മോനെ. എടോ താൻ വാല് പൊക്കണം കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. സോ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ശരീരം കണ്ടിട്ടായിരിക്കണം അവര് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതും. ഇവനൊക്കെ അത്രയ്ക്ക് മുത്തെങ്കിൽ വല്ല മുള്ളുമൊരിക്കലും പോയി കയറട്ടെ. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റും. അപ്പോ ഞാനങ്ങോട്ട് ബൈ ബൈ.